ഉമ്മ പറയും, എടാ എൻ്റെ കെട്ടിയോള് ഇങ്ങനെ ചെയ്ത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഉമ്മനെ നിങ്ങൾ ചാടിക്കടിക്കരുത്. ഉമ്മ പറയണത് കേൾക്കും ചെയ്യരുത്. ഉമ്മനോട് നിങ്ങൾ പറയണം, സാരല്ലേ ഉമ്മ, ഓള് വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്ന പെണ്ണല്ലേ, ഞാൻ ശരിയാക്കിക്കോളാം. അപ്പൊ ഉമ്മക്ക് സമാധാനമായി. മറിച്ച് ഉമ്മാന്റെ ഭാഗത്ത് അങ്ങോട്ട് നിന്നിട്ട് ഓളോ അങ്ങനെ തന്നെയാണ്, കൊടുക്ക നോക്ക് എന്ന് പറയരുത്. ഉമ്മനോട് എന്താ പറയണ്ടേ? ശരിയായിക്കോളമ്മ, ഞാൻ ശരിയായിക്കോളാം, ഒക്കെ ശരിയായിക്കോളും, പാവല്ലേ, നമുക്ക് റെഡിയാക്കാം. ഉമ്മ സാറ്റിസ്ഫൈഡ് ആയി. ബെഡ്റൂമിനകത്ത് എത്തുമ്പോ നിങ്ങളെ പെണ്ണുങ്ങൾ രാത്രി നിങ്ങളോട് പറയും, നോക്കിയാണ് നിങ്ങളമ്മ എന്നെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോ ഓളങ്ങോട്ട് ഉന്തി മറിച്ചിട്ടാണ്ട് എൻ്റെ അമ്മനെ പറഞ്ഞിട്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരൂല. അവിടെ ചെയ്യേണ്ടത് ആ പെണ്ണിനെ ഒന്നും കൂടി ഇങ്ങോട്ട് അടുപ്പിച്ച് പിടിച്ചിട്ട് പറയുക, നിങ്ങൾക്കറിയോ ഈ റേപ്പ് കേസുകളിലൊക്കെ ആൺകുട്ടികൾ ഇങ്ങനെ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന ആൺകുട്ടികളെ കുറിച്ചുള്ള പഠനത്തിൽ പറയണത്, ചെറുപ്പത്തിൽ ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും തമ്മിലുള്ള കലഹങ്ങൾ കണ്ട് വളർന്ന കുട്ടി വലുതാകുമ്പം ഒരു പെണ്ണിനോട് ഇങ്ങനെ പെരുമാറുന്ന, അപ്പൊ ആ ആൺകുട്ടിന്റെ വ്യക്തിത്വത്തെ നശിപ്പിച്ചതാരാ? ഞാൻ കുടുംബം കുട്ടിയും ചേർത്താ പറയണേ. ആരാ? 5 വയസ്സിൽ ഈ കുട്ടി എഴുതി വെച്ചു തലച്ചോറിൽ, ഉമ്മ ഒരു പെണ്ണാണ്, പെണ്ണിനെ ആണുങ്ങൾ നിയന്ത്രിക്കണം ആണല്ലോ. പിന്നെ ബാക്കിയൊക്കെ നമ്മളെ പള്ളിയിൽ നിന്നും പിന്നെ നമ്മുടെ വയലിൽ നിന്നൊക്കെ കേട്ടല്ലോ, പെണ്ണേ നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കുമല്ലോ. ഭർത്താവിന്റെ ഒക്കെ പറയാൻ ആൾക്കാരുണ്ടാവും, പെണ്ണിനെ ഇങ്ങനെ പറയാൻ ആൾക്കാരുണ്ടാവും. ഭർത്താവിന് പറഞ്ഞു കൊടുക്കാൻ മാത്രം ആളുണ്ടാവില്ല. ഇനി പറഞ്ഞു കൊടുത്താറ്റോ കേൾക്കാൻ ഇരിക്കൂല. ഇവിടെ തന്നെ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ പെണ്ണുങ്ങളാ കൂടുതൽ. ആണുങ്ങളവിടെ നിങ്ങൾ ഓരോരുത്തരും 2 കിട്ടിയോ? എണ്ണി നോക്കിയാൽ 2 ഉണ്ടാവുമല്ലോ ഓരോരുത്തേക്കും. ആണുങ്ങളവിടെ, കുട്ടികളവിടെ, ആൺകുട്ടികൾ ഓല് മൊബൈലിൽ നെക്കി കളിക്കുന്നുണ്ടാവും, ആ ബസ് സ്റ്റോപ്പിലുണ്ടാവും. നിങ്ങൾ പോയി നോക്കിയാ അല്ലെ പുറത്തോടെ ഓനെന്ത് കണ്ടോ? അപ്പൊ ഞാൻ പറയണു, ഈ ആൺകുട്ടി പഠിച്ചത് ഇപ്പൊ എന്താ? ഇങ്ങനെയാണ് പെണ്ണിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് ആണല്ലോ. ഇനി അടുത്തടുത്തങ്ങള് 5 വയസ്സുള്ള പെൺകുട്ടിയാണ് കാണുന്നത് എന്ന് വിചാരിക്കുക. ആ പെൺകുട്ടിന്റെ മനസ്സിൽ എന്താ ഉണ്ടാകുക? പെണ്ണ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒതുങ്ങേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് കഴിയണതും ഒരാണിന്റെ അടുത്ത് എത്തിപ്പെടാതെ നോക്കണം. ഈ പെൺകുട്ടി 18ഉം 20ഉം 22ഉം വയസ്സായാലും കല്യാണത്തിന് സമ്മതിക്കൂല. എത്ര കേസാ കൗൺസിലിംഗ് സെന്ററിൽ എത്തുന്ന അറിയോ നിങ്ങൾക്ക്? എന്താ കേസ്? സാറേ 22 വയസ്സായി, മഞ്ചേരിയിൽ നിന്ന് വരിക, 22 വയസ്സായി. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ഇവള് കല്യാണത്തിന് സമ്മതിക്കില്ല. എന്നിട്ട് ഉമ്മന്നെ പറയാ, ഇനി ഏതെങ്കിലും ചെക്കനായിട്ട് വല്ല ബന്ധമുണ്ടോ? ഞങ്ങൾ ചോദിച്ചിട്ടോളൂ ഇല്ല എന്നാ പറഞ്ഞത്. സാറൊന്ന് ചോദിക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്കറിയോ, അപ്പുറത്തെ ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കച്ചറുണ്ടാക്കുന്നത് തൊട്ടിപ്പുറത്തെ ബെഡ്റൂമിൽ ഉറങ്ങാതെ കിടക്കണ പെൺകുട്ടി ഇങ്ങനെ കേൾക്കുക. 13ാമത്തെ വയസ്സ് മുതൽ അവക്ക് പ്രായപൂർത്തിയായത് മുതൽ അവള് കേൾക്കണത് ബാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ ഉമ്മയും ബാപ്പയും തമ്മിലുള്ള കച്ചറേ. ആ റൂമിനകത്തുനിന്ന് ബാപ്പ വിളിച്ചേരണത് മുഴുവൻ തെമ്മാടിത്തരാണ്. ആരെ കൂടെ കേടി ഈ പോയി കിടന്നെന്നാ ബാപ്പ ചോദിക്കുന്നത്. അങ്ങനെ കിടക്കൽ നിങ്ങൾ തന്നെ, ഞാനല്ല എന്നാണ് ഉമ്മ പറയണത്. ഈ കുട്ടി എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ കേട്ട് വളർന്ന പെൺകുട്ടി കല്യാണത്തിന് സമ്മതിക്കണോ? വേണോ? അപ്പൊ എവിടെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഉണ്ട്. അവിടെ എന്തിനാ ഈ കുടുംബ സംഗമം? എന്തിനാ? നെയ്ച്ചോറ് തിന്നാനും ബിരിയാണി തിന്നാനോ? നിങ്ങളൊക്കെ തിന്നാൻ കിട്ടാത്തോടത്തുള്ളതാ തന്നെ? അതിനാ? കുട്ടികളെ പരിപാടി കാണാനാ? നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികളെ പരിപാടി ഒന്നും? എന്തിനാ? ഇവിടുന്ന് ചിന്തിക്കണം, എന്റെ കുടുംബം, ഭാര്യയും ഭർത്താവുമുള്ള എന്റെ കുടുംബം, ഒരു വീട്ടിനകത്ത് ഒരു മേൽക്കൂരക്ക് താഴെ ജീവിക്കുന്ന ആളുകൾ, അവര് ചിന്തിക്കണം, എന്റെ കുടുംബം മനസ്സമാധാനമുള്ളതാണോ, സംതൃപ്തിയുള്ളതാണോ, സന്തോഷമുള്ളതാണോ? ഭാര്യ മത്സരിക്കണം ഭർത്താവിന് സന്തോഷം കൊടുക്കാൻ. ഭർത്താവ് മത്സരിക്കണം ഭാര്യക്ക് സന്തോഷം കൊടുക്കാൻ, മനസ്സമാധാനം കൊടുക്കാൻ, സംതൃപ്തി കൊടുക്കാൻ. കണ്ടില്ലേ? അമ്മായിമ്മ മത്സരിക്കണം. ചിന്തിച്ചു നോക്കിയാ ഞങ്ങള് നാളെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ ആരോടാ പറയണേന്നറിയോ? കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് നിസ്കരിക്കാതെ നോമ്പൊൽക്കാതെ മര്യാദയ്ക്ക് വസ്ത്രമൊന്നും ധരിക്കാതെ നടക്കുന്ന ആൾക്കാരോടല്ല ഞാൻ സംസാരിക്കുന്നത്. അല്ല, പള്ളിയിൽ പോയി നിസ്കരിക്കുക, നല്ല ഇസ്ലാമിക വസ്ത്രം ധരിക്കുക, ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുന്ന നല്ല ആൾക്കാരോടാ ഞാൻ സംസാരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരോടാന്ന് എനിക്കറിയാം. അവരോടാ ഞാൻ പറയണത്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം റബ്ബ്,
പടച്ചോനോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്. അമ്മായിമ്മമാരൊക്കെ കേട്ടോ, പടച്ചോനോട് നമുക്ക് കടപ്പാടുണ്ട്. അപ്പോ ഇതൊക്കെ നിങ്ങൾ അറിയണം. പടച്ചവനോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്, ഉറപ്പായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ കടപ്പാട്? എന്തൊക്കെയാ ആ കടപ്പാടിൽ? ഒന്നാമത്തെ കടപ്പാട് നിസ്കരിക്കണം. ആദ്യം വിശ്വസിക്കണം, നിസ്കരിക്കണം, നോമ്പൊൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ഒക്കെ നമുക്കറിയാം. ഒക്കെ വേണം. ഇതൊക്കെ റബ്ബിനോടുള്ള, പടച്ചവനോടുള്ള കടപ്പാടാ. പക്ഷേ പടച്ചവനോടുള്ള കടപ്പാടുകൾ മാത്രം നിർവഹിച്ചിട്ട് ഒരു മനുഷ്യൻ സ്വർഗത്ത് പോവില്ല. അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഏതാ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഉണ്ടോങ്ങള്? ഫിദ്ദുനിയ, ദുനിയാവിലെ ഹസനയാണ് ആദ്യം പ്രാർത്ഥിച്ചത്. വഫിൽ ആഖിറതി ഹസനതൻ, പിന്നെ പ്രാർത്ഥിച്ചത് ആഖിറത്തുൽ ഹസന. കണ്ടില്ലേ? ഇനിയോ പടച്ചവനോട് നമ്മൾ ചെയ്യാനുള്ള കടപ്പാടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്. അമ്മായിമ്മമാരും മരുമക്കളും ഭാര്യയും ഭർത്താവും നാത്തൂമാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം. പടച്ചോനുള്ള കടപ്പാടൊക്കെ ചെയ്യും. നേർപാങ്കൊടുത്ത നിസ്കരിക്കും ഇല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കോ, പടച്ചവനോട് കടപ്പാടുള്ള പോലെ പടച്ചവന്റെ പടപ്പുകളോട് കടപ്പാടുണ്ട്. പടച്ചവനോടുള്ള കടപ്പാട് മാത്രം നിർവഹിച്ചിട്ട് ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. പടച്ചവന്റെ പടപ്പുകളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഞാൻ ഏതൊക്കെ പടപ്പുകളോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഏറ്റവും പ്രധാനം ഉമ്മ. ആണുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഉമ്മയാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുക മരുമകളും അമ്മായിമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം ആണുങ്ങളോട് പറയും, നിങ്ങൾ ഉമ്മനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കില്ല ഇല്ലേ? ഞാൻ പറയണു, ഉമ്മനെ നന്നായി സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രിയമുള്ള മരുമക്കളെ നിങ്ങൾ ആ സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കണം. കാരണം എന്താ അറിയോ? ഒരു ഉമ്മനെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരുത്തനും ഈ ലോകത്ത് വേറെ ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പം കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ ഇങ്ങനെ നോക്കാണ്, ഉമ്മാനോട് എന്തോ ഒരു സ്നേഹം. ഉമ്മാന്റെ അടുത്ത് പോയി കിടക്കണ്, ഉമ്മാന്റെ മടി തലവെക്കണ്, ഉമ്മാക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണ്. എങ്കിൽ കല്യാണം കഴിച്ച ഓരോ മരുമക്കളും ചിന്തിക്കണം, നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം സിദ്ധിച്ച പെണ്ണ്. കാരണം എന്താ? ഉമ്മാനെ സ്നേഹിക്കാത്ത ഒരാൾക്കും ഈ ലോകത്ത് വേറെ ഒരാളെയും സ്നേഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഉമ്മാന്റെ സ്നേഹം കട്ട് ചെയ്തിട്ട് സ്നേഹം വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഉമ്മാനെ സ്നേഹിച്ചോട്ടെ. ഉമ്മാനെ സ്നേഹിക്കുന്ന സ്നേഹമല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉമ്മ ആദ്യം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളോടുള്ള സ്നേഹം വേറെയാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട? തൂക്കം നോക്കണ്ട. ഉമ്മനെ ഉണ്ടല്ലോ, ഉമ്മ പറഞ്ഞോ മാത്രമാണല്ലോ കേൾക്കുന്നത്, അതൊരു പ്രശ്നമാണ്. ആണുങ്ങളും ചിന്തിക്കണം, അതൊരു പ്രശ്നമാണ്. ഇവിടെ ആണുങ്ങൾ പരാജയപ്പെടുന്ന മേഖല ഏതാ അറിയോ നിങ്ങള്? ഉമ്മ ഒരു ഭാഗത്തും മരുമക്കള് ഒരു ഭാഗത്തും ഭാര്യ ഒരു ഭാഗത്തും. ആണുങ്ങൾ ചെയ്യേണ്ട പണി എന്താ പറയുക? നിങ്ങൾക്ക് രണ്ടുപേരെയും ബാലൻസ് ചെയ്യാൻ നോക്കണം. ഉമ്മ പറയും, എടാ എൻ്റെ കെട്ടിയോള് ഇങ്ങനെ ചെയ്ത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഉമ്മനെ നിങ്ങൾ ചാടിക്കടിക്കരുത്. ഉമ്മ പറയണത് കേൾക്കും ചെയ്യരുത്. ഉമ്മനോട് നിങ്ങൾ പറയണം, സാരല്ലേ ഉമ്മ, ഓള് വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്ന പെണ്ണല്ലേ, ഞാൻ ശരിയാക്കിക്കോളാം. അപ്പൊ ഉമ്മക്ക് സമാധാനമായി. മറിച്ച് ഉമ്മാന്റെ ഭാഗത്ത് അങ്ങോട്ട് നിന്നിട്ട് ഓളോ അങ്ങനെ തന്നെയാണ്, കൊടുക്ക നോക്ക് എന്ന് പറയരുത്. ഉമ്മനോട് എന്താ പറയണ്ടേ? ശരിയായിക്കോളമ്മ, ഞാൻ ശരിയായിക്കോളാം, ഒക്കെ ശരിയായിക്കോളും, പാവല്ലേ, നമുക്ക് റെഡിയാക്കാം. ഉമ്മ സാറ്റിസ്ഫൈഡ് ആയി. ബെഡ്റൂമിനകത്ത് എത്തുമ്പോ നിങ്ങളെ പെണ്ണുങ്ങൾ രാത്രി നിങ്ങളോട് പറയും, നോക്കിയാണ് നിങ്ങളമ്മ എന്നെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോ ഓളങ്ങോട്ട് ഉന്തി മറിച്ചിട്ടാണ്ട് എൻ്റെ അമ്മനെ പറഞ്ഞിട്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരൂല. അവിടെ ചെയ്യേണ്ടത് ആ പെണ്ണിനെ ഒന്നും കൂടി ഇങ്ങോട്ട് അടുപ്പിച്ച് പിടിച്ചിട്ട് പറയുക, സാരല്ല, എൻ്റെ അമ്മല്ലേ, ഉമ്മ ഉള്ളതുകൊണ്ടല്ല എനിക്ക് എന്നെ കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചേക്ക്, ഒക്കെ നമുക്ക് ശരിയാക്കാം. നമ്മളിതൊരു വീടൊക്കെ എടുത്താൽ റെഡിയാവും. നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞ് വീടെടുത്താലും ആ പെണ്ണ് കാത്തുക്കും. കാരണം എന്താ? എൻ്റെ പുതിയാപ്പിള എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഒരു തോന്നൽ ആ പെണ്ണിനുണ്ടാക്കണം. ഉമ്മക്കോ കല്യാണം കഴിച്ചതിന് ശേഷം ഇവന് പെന്നെ വേണ്ടാന്ന് ഉമ്മ വിചാരിക്കരുത്. ഇവൻ എൻ്റെ കൂടെ തന്നെയാണ്, ഓളെ കെട്ടിയിട്ടും എന്നോടുള്ള സ്നേഹം കുറഞ്ഞില്ല എന്ന് ഉമ്മയും വിചാരിക്കണം. ഇതൊക്കെ വിചാരിപ്പിക്കലാണ് ആണുങ്ങളെ നിങ്ങൾക്ക് പണി. അല്ലാതെ രണ്ടാളും കച്ചറ ഒരു ബാഗിൽ തുണി എടുത്തേച്ചാണ് നിങ്ങൾ ഊട്ടിക്ക് പോയിട്ട് കാര്യമില്ല, സമാധാനം കിട്ടൂല. ഇവർ തമ്മിൽ പുരയിൽ അടിയാണ്. എന്തിനാ അടിയെന്നറിയോ? സ്നേഹത്തിന് വേണ്ടിയുള്ള അടിയാണ്.
എന്റെ ഭർത്താവിന് എനിക്ക് വേണമെന്ന് പെണ്ണും മോനെ ഞാൻ തരൂല എന്ന് അമ്മായിമ്മയും. അതുകൊണ്ട് നിങ്ങൾ ഉമ്മനോട് പറയാ, നിങ്ങൾ സ്നേഹിച്ചോളി. കണ്ടോ നിങ്ങള്, ഇങ്ങനെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. അല്ലാത്ത കണ്ടീഷനിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് പടച്ചവന്റെ പടപ്പുകൾ, ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള പടപ്പ് ഭർത്താവാണ്. മക്കൾക്ക് കടപ്പാടുള്ളത് നമ്മളോട്, ബാപ്പനോടും ഉമ്മനോടാണ്. ഈ കടപ്പാടുകളൊക്കെ നിർവഹിക്കാതെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ നിസ്കരിക്കുക, നിസ്കാരപ്പാടത്തിൽ ഇരുന്ന് എണീക്കാൻ നേരമില്ലാതെ ഈ പെണ്ണ് നിന്നിട്ട് മരുമക്കൾക്ക് നിങ്ങളുടെ നാവ് കൊണ്ട്, നിമിഷം പറഞ്ഞ വാക്കതാ, നിങ്ങളുടെ കൈകൊണ്ട് നാവ് കൊണ്ട് നിങ്ങളുടെ മരുമക്കളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നുണ്ടോ, മക്കളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നുണ്ടോ, നാളെ പരലോകത്തെത്തുമ്പോൾ ചോദിക്കുമ്പോൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. ബിരിയാണിന്റെ മണമൊക്കെ എങ്ങനെ വരുന്നോണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ഇടക്കിടക്ക് എണീക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. നിങ്ങൾ ചിന്തിച്ചോ, എന്ത് ഈ കുടുംബം നമുക്ക് എന്താ തരേണ്ടത്? ചിന്തിച്ചോട്ടോ, എന്താ തരേണ്ടത്? ഞാൻ ഒന്നാമത് എണ്ണുന്നു സ്നേഹം. ഒന്നാമത്തെ കാര്യം എന്ത് കൊടുക്കണം? സ്നേഹം. എന്റെ ശബ്ദം കേൾക്കുന്ന ഭർത്താക്കന്മാർ, ഭാര്യമാർ, ഉപ്പമാർ, ഉമ്മമാർ, മക്കൾ, മരുമക്കള്, നാത്തുമാരൊക്കെ ചിന്തിച്ചോ, എന്തിനാ കുടുംബം? ഉത്തരം ഒന്നേ ഉള്ളൂ, സ്നേഹിക്കാനാണ് കുടുംബം. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിരി വരില്ലേ? സ്നേഹിക്കാൻ കുടുംബം, എന്തൊരു കച്ചറ ഇത്. ഇല്ലേ, പണ്ടൊക്കെ എന്തോ ഒരു രസമായിരുന്നു. ഒരു വീട്ടിൽ എത്ര പെണ്ണുങ്ങളുണ്ടാവും, എത്ര ആണുങ്ങളുണ്ടാവും, എത്ര കുട്ടികളുണ്ടാവും. സ്കൂളില്ലാത്ത ദിവസമൊക്കെ മുറ്റത്തൊക്കെ LP സ്കൂളിന്റെ മുറ്റത്തൊക്കെ ഉണ്ടാവും. കുട്ടികളങ്ങനെ കളിക്കുന്നുണ്ടാവും. ഇപ്പോഴോ കല്യാണം കഴിച്ചാൽ ആദ്യ ഒരാൾ പോയി, പിന്നൊരാൾ പോയി, പിന്നൊരാൾ പോയി. എന്നിട്ട് സമാധാനം ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ, കുടുംബം ഇമ്പമുള്ളത് കുടുംബം എന്ന് നമ്മളൊക്കെ കേട്ട്, ഇപ്പൊ കുടുംബം ഭൂകമ്പമുള്ളത് കുടുംബം. ഒന്നായിട്ട് പൊട്ടിത്തെറിക്കുക, ഒന്നായിട്ട് ഇങ്ങോട്ട് കൂടിച്ചേരുമ്പോഴത് പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങൾക്കറിയോ, 4 മക്കളെ പെറ്റ ഉമ്മ, 4 മക്കള്. അപ്പൊ ഉമ്മക്ക് പെൺകുട്ടികളും ഉണ്ട്, മരുമക്കളും ഉണ്ട്. വെക്കേഷൻ, ഇപ്പൊ സ്കൂൾ പൂട്ടിയല്ലോ, വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഉമ്മ ഇങ്ങനെ ചെറിയ മരോളെടുത്ത് പോയിക്കാണ്ട് പറയും, എടി സ്കൂളൊക്കെ പൂട്ടിയില്ല, എനിക്ക് പോണ്ടേ മരോളോട്. പോളൊരു ഉമ്മ, ഞാൻ പോണോ? അല്ല സ്കൂളൊക്കെ പൂട്ടിയല്ലോ, ഒന്ന് പോയി പോര്, പിന്നെ പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ ഓൾക്ക് എന്നാ ശരി, എന്നാ നാളെ ഞാൻ പോയിക്കോളാം. നാളെ പോവല്ലോ അല്ലേ? പോവും. ആ ശരി. അപ്പൊ മൂത്തോളോട് പോയിക്കാണ്ട്, ഓള് നാളെ പോകണ്ടേ, എനിക്ക് പോണ്ടേ, എന്നാ ഞാനും പോയിക്കോളമ്മ. ശരി. രണ്ടാളെയും പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഉമ്മ എന്ത് ചെയ്യാ? ട്രാഫിക് പോലീസിന്റെ പണിയാ. രണ്ടാളെ പറഞ്ഞു വെച്ച് പോയിക്കോ, അയാൾ ഇങ്ങോട്ട് പോയിക്കോ. എന്നിട്ട് പിന്നെ മോളെ വിളിക്കുക, എടി ഈ ഒരു 4 ദിവസം നിൽക്കാൻ പോര്. ഉമ്മക്ക് ഉറപ്പാ, മോളും മരുക്കളും ഒക്കെ കൂടി ഇവിടെ നിന്നാ അത് ഭൂകമ്പാവും. ഉമ്മക്ക് ഇതാ പണി അല്ലേ? ട്രാഫിക് പോലീസ് എല്ലാം കൂടി കൂടൂല. എന്താ ഈ കൂടാത്ത? ഞാൻ പറയണു, കുടുംബം എന്നത് സ്നേഹാണ്. മക്കൾക്ക് എന്താ വേണ്ടി? സ്നേഹാണ്. ഭർത്താവിന് എന്താ വേണ്ടി? സ്നേഹാണ്. ഭാര്യക്ക് എന്താ വേണ്ടി? സ്നേഹാണ്. ഈ സ്നേഹം എങ്ങനെ കൊടുക്കുക? നമ്മളൊക്കെ പറയും സ്നേഹമുണ്ട്, എനിക്കെന്റെ പുതിയാപ്പിള്ള സ്നേഹമുണ്ട്. ഭർത്താക്കന്മാർ പറയും ഓളോനിക്ക് സ്നേഹമുണ്ട്. ഒരു കാര്യമില്ല. സ്നേഹം ഒഴുകുന്ന പുഴയാണ്. സ്നേഹം കെട്ടി നിർത്തിയ ജലാശയമല്ല അത്. കിണറ്റിലെ വെള്ളം പോലെ, കുളത്തിലെ വെള്ളം പോലെ അല്ല സ്നേഹം. ഒഴുകുന്ന പുഴയാണ്. നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ സ്നേഹം ഉണ്ടെങ്കിൽ, ഭർത്താവിന് സ്നേഹം ഉണ്ടെങ്കിൽ, ആ സ്നേഹം ഒരു പുഴയായി ഒഴുകണം. എൻ്റെ മുമ്പിലിരിക്കുന്ന ബാപ്പമാരും ഉമ്മമാരും ഒക്കെ ചിന്തിച്ചോ, 3 വഴി, സ്നേഹം ഒഴുകാൻ 3 വഴിയുണ്ട്. ഈ 3 വഴിയും നിങ്ങളത് റെഡിയാണോ നിങ്ങൾ നോക്കണേ. എല്ലാവരും പരിശോധിക്കണം. അമ്മായിമ്മമാരും മരുമക്കളും നാത്തുമാരും ഭാര്യയും ഭർത്താവും ഒക്കെ, പാപ്പാരും ഉമ്മാരും. സ്നേഹം 3 വഴിക്ക് കൂടിയാണ് ഒഴുകുക. 1 പെരുമാറ്റം, 2 സ്വഭാവം, 3 സംസാരം. എങ്ങനെ? പെരുമാറ്റത്തിലൂടെ സ്നേഹമൊഴുകണം, സ്വഭാവത്തിലൂടെ സ്നേഹമൊഴുകണം, സംസാരത്തിലൂടെ സ്നേഹമൊഴുകണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ സ്നേഹം ഉണ്ടോന്ന്? ഉണ്ട് അല്ലേ? എവിടോ ഉണ്ട്, പക്ഷെ ഒഴുകൂല.
കുട്ടികളോട് ചോദിച്ചു നോക്ക്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുക. എന്താ എഴുതണ്ടേന്നറിയോ? കുട്ടികൾക്കൊക്കെ കൊടുക്കുക. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളാണെങ്കിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ, ഒരേ കോപ്പി. ഒന്നാമത്തെ ചോദ്യം ഓർത്ത് വെച്ചോ, മറന്നു പോകരുത് കേട്ടോ. ഉമ്മാന്റെ പെരുമാറ്റത്തിൽ എപ്പോഴും ഡാഷ് ഉണ്ടായിരിക്കും. 3 കുട്ടികൾക്കും കൊടുത്തോ നിങ്ങൾ ചോദ്യം? എന്തായിരിക്കും കുട്ടി പൂരിപ്പിക്കുക? തൊട്ടടുത്ത് കുട്ടി ഉണ്ടെങ്കിലും തോണ്ടി ചോദിച്ചു നോക്കിയ, എന്താ മോളെ പൂരിപ്പിക്കാൻ? എന്താ പൂരിപ്പിക്കുക? ഏതെങ്കിലും ഒരു കുട്ടി സ്നേഹം എന്ന് പൂരിപ്പിച്ച നിങ്ങൾ പറഞ്ഞ പണിയെടുക്കും. അപ്പൊ ഉമ്മാന്റെ പെരുമാറ്റത്തിൽ ഡാഷ് ആണുള്ളത്. എന്താണുള്ളത്? ദേഷ്യം. എന്നിട്ട് ഉമ്മ പറയാ എന്റെ കുട്ടീനെ എനിക്ക് ഇഷ്ടാന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉമ്മാന്റെ സ്വഭാവം എപ്പോഴും ഡാഷ് ഉള്ളതാണ്. കുട്ടി സ്നേഹമുള്ളതാണ്, നീ തരുമോ? ഉമ്മാന്റെ സംസാരത്തിൽ എപ്പോഴും ഡാഷ് ഉണ്ടായിരിക്കും. കുട്ടി സ്നേഹം എഴുതി തരുമോ? നമ്മളെ വീട്ടിനകത്തുള്ള പ്രശ്നതാ. സ്നേഹമുണ്ടോ? എന്നാലോ ആർക്ക് വേണ്ടി അമ്മ ജീവിക്കണേ? അപ്പൊ ഉത്തരം കൃത്യം കിട്ടും. ആർക്ക് വേണ്ടിയാ? എന്റെ കുട്ടിയൊക്കെ വേണ്ടി. ബാപ്പനോട് ചോദിക്കുക, ആർക്ക് വേണ്ടി ഞങ്ങൾ ഈ നയിക്കിനെ? പോത്ത് നയിക്കണ മാതിരി. ബാപ്പ പറയും കുട്ടികളെ പോറ്റണ്ടേ. എന്നിട്ടോ ആ കുട്ടിയൊക്കെ കൊടുക്കേണ്ട ഒന്നാമത്തെ സാധനം 3 വഴിയിലൂടെ ഒഴുകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പ്രിയമുള്ളവര് ആ സ്നേഹം? അപ്പോ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്ന നിങ്ങളുടെ കുട്ടി, ഭർത്താവ്, മക്കള്, മരുമക്കള്, അമ്മായിമ്മ ഒക്കെ. മരുമക്കളോടൊരു വാക്ക്, അമ്മായിമ്മനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്വിച്ചിരിക്കൊന്നും വേണ്ട. അത്രയുള്ള സ്വഭാവം തന്നെ നിങ്ങളതും. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്പം ഒന്ന് സ്നേഹിക്കാൻ പഠിച്ചാൽ മതി. ആ പെരുമാറ്റത്തിൽ ഒരു ഒഴുക്ക് കണ്ടോ? ഉമ്മാനെ സ്നേഹിച്ച പോലെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചാൽ മതി. കീഴടക്കാൻ നമുക്ക് മനസ്സുകളെ സ്നേഹത്തിലൂടെ കീഴടക്കാം. ആർക്കും ഏത് നേതാവിനെയും ഏത് കൊലക്കൊമ്പനെയും സ്നേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ പറ്റും. പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ ഉമ്മമാര്, ഉമ്മ വാപ്പ ഈ നാട്ടിലുണ്ടാവും. നമ്മുടെ ഈ എടവണ്ണപ്പാറക്ക് അടുത്തുള്ള ഈ പരിസര പ്രദേശത്തൊക്കെ ഉണ്ടാവും. പണ്ടത്തെ ആൾക്കാർ, വയസ്സായ ആൾക്കാർ, ഭാര്യയും ഭർത്താവും ജീവിക്കുന്നവര് ഇല്ലേ? അവരൊക്കെ വലിയ കാരണവന്മാരായിരിക്കും. തീരുമാനം കണ്ടെടുക്കുക ചെയ്യുക. കാരണവന്മാര് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചെയ്തോ ആണ് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുമ്പോ അകത്തുനിന്ന് ഒരു ഒച്ചേക്ക, ഉമ്മ. കണ്ടോ? എനിക്കൊരു വല്യപ്പുണ്ട്, മരിച്ചുപോയി. വല്യമ്മ ആദ്യം മരിച്ചുപോയി. വല്യപ്പ വലിയ നേതാവും പിന്നെ രാഷ്ട്രീയ മത പ്രവർത്തന രംഗത്തൊക്കെ നിറഞ്ഞു നിന്ന ആളായിരുന്നു വല്യപ്പ. വല്യപ്പൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങൾക്ക് വേണ്ടി വരുന്ന സമയത്ത് വല്യപ്പ ഇങ്ങനെ കൊലായിരുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ തൊട്ട് ബാക്കിലെ റൂമിൽ വല്യമ്മ ഉണ്ടാവും. എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ ഇങ്ങനെ വരുമ്പോൾ വല്യമ്മ അകത്തുനിന്ന് വിളിക്കും. വല്യപ്പയുടെ അകത്തേക്ക് പോവും. തിരിച്ചു വരുമ്പോൾ തീരുമാനം മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ തീരുമാനം മാറിയത് എന്തുകൊണ്ടാ? വല്യമ്മ അകത്തേക്കട്ട് വന്നപ്പോൾ തന്നെ തോക്ക് ചൂണ്ടിയിട്ട് ഉടക്കുന്നുള്ളി പൊട്ടിക്ക് ഞാൻ എന്ന് പറഞ്ഞ അല്ല, വല്യമ്മാന്റെ സ്നേഹം കൊണ്ട് നാട്ടിലെ നേതാവായ വല്യപ്പായെ കീഴടക്കി കളഞ്ഞു. ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് എന്തോന്ന് കീഴടക്കല്? വാട്സപ്പും ഫേസ്ബുക്കും തോണ്ടി ഇങ്ങനെ ഇരിക്കുന്നല്ലാതെ വല്ല ബോധം വേണ്ടേ? കെട്ടിക്കൊണ്ടുവന്ന് അന്ന് തുടങ്ങുന്നത് തോണ്ടാൻ. എന്നിട്ട് പിന്നെ വരും ഫ്രണ്ട്സുമായിട്ട് തോണ്ടി, മറ്റേ തോണ്ടി. നിങ്ങൾ ആ കയ്യോണ്ടൊന്ന് ഉമ്മനെ തോണ്ടിയാൽ മതി. ഉമ്മ നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ചാൽ അവിടെ സ്നേഹം ഉണ്ടാവും. അപ്പൊ പെരുമാറ്റത്തിൽ സ്നേഹം ഒഴുകിയോ? ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. പെണ്ണ് പ്രേമിച്ച് 19 വയസ്സുണ്ട്, ഒളിച്ചോടാൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ആക്കി. ഒളിച്ചോടും എന്ന് ഡേറ്റൊക്കെ ഫിക്സ് ആക്കിയപ്പോ ഏതോ ഫ്രണ്ട് വിളിച്ച് ഉമ്മനോട് പറഞ്ഞ് ഒളിച്ചോടാനുള്ള തീരുമാനം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോഴമ്മ അറിയണത്, അവളോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാൻ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ ഇനി നിങ്ങളാരും ഇടപെടണ്ട. കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. ആ പെൺകുട്ടിനെ കൊണ്ടുവന്നിട്ട് ഉമ്മ കരച്ചില, പർദ്ദൊക്കെ ഇങ്ങനെ നനിയാവും, കണ്ണീര് ഒലിച്ചിട്ട് ഉമ്മ പെരുങ്കരച്ചില. ബാപ്പ ഇങ്ങനെ ബേജാറായിട്ട് നെഞ്ചുയിഞ്ഞിരിക്കുക. പെൺകുട്ടിക്കൊരു കൂസലുമില്ല, 19 വയസ്സുണ്ട്. അവള് പറഞ്ഞു എന്നെ പിടിച്ചു വെച്ചാൽ ഞാൻ കേസ് കൊടുക്കും, പോലീസുകാരെന്നെ കെട്ടിച്ചു തരും, ഉറപ്പാണ് കെട്ടിച്ചു തരും. ആ അമ്മ ഇങ്ങനെ കരയ, ഭയങ്കര കരച്ചില്. എന്നിട്ട് ആ അമ്മ പറഞ്ഞൊരു വാക്ക് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളെ മുമ്പിൽ ഞാൻ പറഞ്ഞുതരാം. അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് എന്നോട് പറയാ, എൻ്റെ മോള്
ഞാൻ എത്ര സ്നേഹിച്ചു നിങ്ങൾക്കറിയോ? എന്നോട് ഞാൻ പറഞ്ഞു എനിക്കറിയോല, ഓക്കറിയോ? അറിയോ? നിങ്ങളെ മോളെ നിങ്ങൾ സ്നേഹിച്ചു എന്ന് മോക്കറിയോ? മോനറിയോ? നിങ്ങളെ പെരുമാറ്റം കൊണ്ട്, സ്വഭാവം കൊണ്ട്, സംസാരം കൊണ്ട് നിങ്ങളെ മക്കൾ എന്താ മനസ്സിലാക്കി സ്നേഹം ഉണ്ടെന്നോ? എന്താ കണ്ടോ? അത് പറഞ്ഞപ്പോ ഉമ്മ കരച്ചിലൊക്കെ നിർത്തിട്ട് പറഞ്ഞു, ഒക്കെ അറിയാൻ സാധ്യതയില്ല, അതെന്നെ പ്രശ്നം. എന്നാൽ ആ ചെക്കൻ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഒക്കെ അറിയോ സ്നേഹിക്കുന്നുണ്ടെന്ന്? പിന്നെ ചക്കരേന്നാ വിളിക്കുക, ഉമ്മേ ഒറാമ്പറപ്പേന്നാ വിളിക്കുക, ഓ മോളേന്നാ വിളിക്കുക, ഉമ്മേ ശൈത്താനേന്നാ വിളിക്കുക. ആർക്കാ സ്നേഹം? നിങ്ങൾ പറയും, ആർക്കാ സ്നേഹം? ഇവിടെയാ ഞാൻ പറഞ്ഞത്, സ്നേഹമൊഴുകുന്ന വീട്. നമ്മുടെ വീട് അങ്ങനെ മാറേണ്ടത്. ഉമ്മന്റെയും ബാപ്പന്റെയും സ്നേഹം മക്കൾക്ക് ഒഴുകണം, ഭാര്യന്റെ സ്നേഹം ഭർത്താവുക്ക് ഒഴുകണം, ഭർത്താവിന്റെ സ്നേഹം ഭാര്യയിലേക്ക് ഒഴുകണം. എങ്ങനെ ഒഴുകണ്ടേ? ബെഡ്റൂമിനകത്തുള്ള ഏതാനും ചില പ്രവർത്തനങ്ങളല്ല പ്രിയമുള്ളവരെ കല്യാണം. അതതിൻ്റെ ഒരു ഭാഗമാണ്. ബാക്കി സമയത്ത് സ്നേഹിക്കാൻ കഴിയണ്ടേ? എങ്ങട്ടാ നിങ്ങൾ പോയതെന്ന് ചോദിച്ചാൽ ദേഷ്യം പിടിക്കുന്ന പുതിയ അപ്പള. എപ്പോഴാ വരാന്ന് ചോദിച്ചാൽ ഉണ്ടാക്കണേ അവിടെ ആയിരുന്നു പുതിയ അപ്പള. ഇയാൾ പിന്നെ എന്തിനാ? ഇയാളെന്തിനാ? ആ പെണ്ണ് പിന്നെ എന്തിനാ അയാളെ വെച്ച് വിളമ്പി കൊടുക്കണതും രാത്രി കൂടെ കിടന്നു കൊടുക്കണതും? അതിന് വേറെ ആളെ കിട്ടൂല നിങ്ങൾക്ക്? നിങ്ങൾ എങ്ങട്ടാ പോണ്? നീ ഉണ്ടാകുന്നോളാം, ഞാൻ ഇഷ്ടത്തോടത്ത് പോകും, ഇയാൾ അറിയിക്കാൻ. അങ്ങനെ ഓളും ഇഷ്ടമുള്ളടത്തേക്ക് പോകും, നിങ്ങൾ അറിയിക്കാൻ. അങ്ങനെ കുടുംബം. ഞാൻ എന്നെ സ്ഥലത്തേക്കാ പോണേ, ഇപ്പൊ വരും കേട്ടോ, എത്തിക്കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചിട്ട് എടി ഞാൻ ഇവിടെ എത്തിട്ടോ, കുറച്ച് നേരം വൈകിയേ, എന്നെ കാത്തിക്കണേ. ഓള് കാത്തിക്കും. ഇത് മൂപ്പരെപ്പോഴാ വരികയെന്നറിയില്ല, എപ്പോഴാ പോവാന്നറിയില്ല. രാത്രി വിളിച്ചു നോക്കുമ്പോഴാ പറയാ, രാത്രി ആ പെണ്ണിരിക്കുക. ഇതൊക്കെ കുടുംബത്തിനകത്തുള്ള പ്രശ്ന. ഓള് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്ത് കുട്ടികളൊക്കെ ഉറങ്ങിയിട്ട് ഓള് കാത്തിക്കുക. മൂപ്പര് വന്നിട്ട് കൂടെ ചോറുന്നാ വിചാരിച്ചുണ്ട്. മൂപ്പരും കണ്ട് വന്ന് വെള്ളൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ എന്നാ വേഗം വരിക, നമുക്ക് ചോറുന്നിട്ട് നിങ്ങൾ മേലേക്കോളി. എനിക്ക് വേണ്ട, ഞാൻ തിന്ന്. പിന്നെ ഞാൻ ആരെ കാത്തുന്ന്? നിങ്ങളെ കുട്ടിന്റെ ഭാഷയെ പറഞ്ഞ സാസി അല്ലേ? വേറെ ആരാ? ഈ പെണ്ണ് ആരെ കാത്തുന്ന്? ആ പെണ്ണിനൊന്ന് വിളിച്ചിട്ട് എടി ഞാൻ ഭക്ഷണം കഴിച്ചേന് കേട്ടോ, ഞാൻ വരുമ്പം എനിക്കെന്തെങ്കിലും കൊണ്ടുവരണോ, ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊണ്ടുവരണോ? വേണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ, മക്കള് വിളിച്ചിട്ട് വാപ്പനോട് പറയും മുട്ടായി വേണം. ചെറിയ മക്കളാ, 2 വയസ്സുള്ള ഒരു മോളും 5 വയസ്സുള്ള ഒരു മോനും ഒക്കെ ഉണ്ട്. മോന് ഫോൺ ചെയ്ത്, ഉമ്മന്റെ ഫോണിന് ഫോൺ ചെയ്ത് പറഞ്ഞു, ഇപ്പ വരുമ്പോ മുട്ടായി കൊണ്ടുവരണം കേട്ടോ. ആ മോനെ കൊണ്ടുവരാ. ബേക്കറി കയറി 2 മുട്ടായി വാങ്ങി, ഒന്ന് മോക്കും ഒന്ന് മോനും. നേരാണ്ട് കയറിയാണ്ട് 1 മോക്കെടുത്തു, 1 മോനെടുത്തു. ഒരു മുട്ടായി കിട്ടാൻ കൊതിയുള്ള ഒരാളും കൂടി അവിടെ ഉണ്ട്. ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ചോക്ലേറ്റ്. ഇഷ്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടല്ലേ? ആണ്. 2 വാങ്ങിക്കൊടുത്തു. കുട്ടികളാണെങ്കിൽ ഒരു കഷ്ണം തള്ള കൊടുക്കൂല. ഇതിങ്ങനെ നുണഞ്ഞിക്കും. മിൽക്കി ബാർ കിട്ടിയോ? 3 വാങ്ങി വെക്ക്. നിങ്ങള് പാപ്പാരോടാ പറയണേ, നിങ്ങൾ 3 വാങ്ങി വെക്ക്. 2 കുട്ടിയൊക്കെ കൊടുത്തിട്ട് ആ മുട്ടായി ആയിട്ട് ഓളാണ്ട് പോകുമ്പോ ആ വീട്ടിനകത്തുള്ള ആ പെണ്ണിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിനക്കൊണ്ടോ നിന്നാ കാണിക്കാതെ തിന്നോ. ആ 5 റുപ്യന്റെ മുട്ടായി 50,000 റുപ്യന്റെ എഫക്റ്റ് ഉണ്ടാവും. അന്ന് രാത്രി നിങ്ങളെടുത്തേക്ക് ആ പെണ്ണ് വരുമ്പോ പുതിയൊരു പെണ്ണായിട്ടാ വരിക. മറ്റേതാകെ അങ്ങോട്ട് ഇടങ്ങേറായി അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കി ഇല്ലേ? ഇതാ സ്നേഹം. ഇതാണ് പെരുമാറ്റത്തിലൂടെ ഒഴുകേണ്ട സ്നേഹം. എന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്ക്. എവിടെയെങ്കിലും ഒന്ന് പോയി വരുമ്പോ കുട്ടിയൊക്കെ വാങ്ങി. ഓക്കിഷ്ടം എന്താ? അതിന് ഓക്കെന്താ ഇഷ്ടം നിങ്ങൾക്കറിയോ? ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലായി. കൗൺസിലിങ്ങിന് വരും എൻ്റെ അടുത്ത്. ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, നിനക്ക് ഏത് കളറാ മോളെ ഇഷ്ടം? പെണ്ണ് പറഞ്ഞു എനിക്ക് പിങ്കാ ഇഷ്ടം. പിങ്ക്. ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, ഓൾ പറഞ്ഞു പിങ്കാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു ശരി, ഭർത്താവിന് ഏത് കളറാ ഇഷ്ടം? ഓള് പറഞ്ഞു ഭർത്താവിന് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, എന്ത് കളറായാലും കണക്കാ. അങ്ങനെ ഉണ്ടാവും ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞു ശരി, നീ പോയിക്കോ. അയാൾ വന്നു, കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ആ പ്രശ്നമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, ഭാര്യക്ക് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം? അയാൾ പറഞ്ഞു എനിക്ക് നീലയാണ് ഇഷ്ടം. ഞാൻ ചോദിച്ചു ഭാര്യക്കോ? അതിന് ഭാര്യക്ക് കളറൊക്കെ ഉണ്ടോ? ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളെ ഭാര്യനെ ഞാൻ സംസാരിച്ചത് 10 മിനിറ്റാണ്. നിങ്ങളെ ഭാര്യക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് ഞാൻ പറയട്ടെ? അയാൾ പറഞ്ഞു എന്നാ പറയും. ശരിയായി എനിക്ക് തരും. നോക്കാം നമുക്ക് ശരിയാവും, നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യക്ക് പിങ്കാണ് ഇഷ്ടം. നിങ്ങൾക്ക് സംശയമുണ്ടോ? അവൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഓളെ വിളിക്ക്. ഓളെ വിളിച്ച് വാതിൽ തുറന്ന് വിളിച്ച് ഓള് വന്ന് ചോദിക്ക്
ഓൻ ചോദിച്ചാൽ എനിക്ക് ഏത് കളറാണ് ഇഷ്ടം? ഇവിടെ തന്നെ പിങ്ക്. നമ്മൾ ഇനി വായിലടച്ചേക്ക്. ഓണ്ടിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഇരിക്കണേ. നിങ്ങളും തമ്മിലുള്ള ബന്ധമുണ്ടോ? ഉണ്ടോ? സ്വന്തം കെട്ടിയോക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് അറിഞ്ഞില്ലെങ്കിൽ ആ പോത്ത് പിന്നെ എന്തിനാ കല്യാണം കഴിച്ച്? ആലോചിക്ക, ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാന്ന് മനസ്സിലാക്കാൻ അടുപ്പമില്ലെങ്കിൽ എന്തിനാ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഈ പരിപാടി നിൽക്കണേ? രാജിവെച്ച് പുറത്തു പോയിക്കൂടെ? എന്നിട്ട് അതിൽ കുറെ മക്കൾ അന്തം വിട്ടെ നാട്ടുകാർക്ക് ഇടങ്ങേറുണ്ടാക്കാൻ. ഇതാ പ്രശ്നം. ഇവിടുന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്താ? സ്നേഹം. അതിനെന്താ വേണ്ടത്? ഒഴുകണം. എങ്ങനെ? പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ, സ്വഭാവത്തിലൂടെ. കണ്ടോ? ദാ പെണ്ണുങ്ങൾ ഇരിക്കണു. എന്താ മനുഷ്യന്മാര് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന എന്താ? പടച്ചോന് റബ്ബന ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഓരോ മനുഷ്യനും കല്യാണത്തിന് മുമ്പും ശേഷവും ഒക്കെ എല്ലാ വക്തിലും പ്രാർത്ഥിക്കുക. റബ്ബന ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. നിങ്ങൾ ചിന്തിച്ചൊക്കെ എന്താ അർത്ഥം എന്ന്? ചില ആൾക്കാർ വയലറിയുമ്പോൾ അർത്ഥം പറയും, പടച്ചോനെ എൻ്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. ഇണ. പടച്ചോൻ ഉപയോഗിച്ച വാക്ക് ഇണ, അല്ലാത്തൊരു വാക്കാ. ഇണ എന്നുള്ള വാക്കിന്റെ ഇതെന്താണെന്നറിയോ? ഇതാ ഇപ്പൊ കണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ വലിയ ചർച്ച സ്ത്രീ പുരുഷൻ ഇതൊക്കെയാണ് ചർച്ച. ഇനി നിങ്ങൾ നോക്ക്, സ്ത്രീയും പുരുഷനും ഇല്ലാത്ത, ലിംഗഭേദമില്ലാത്ത വാക്കാണ് ഇണ. ഇണ എന്ന വാക്കിന് പിന്നെ സ്ത്രീലിംഗമില്ല. ഇണ, ഇണി അങ്ങനെ ഉണ്ടോ? ഇണൻ ഉണ്ടോ? ഇല്ല. ഇണ. ആണിനും ഇണ, പെണ്ണും ഇണ. റബ്ബ് പറയുക, എന്റെ ഇണയിൽ നിന്ന് എന്താ ഉണ്ടാവേണ്ടത്? ഖുർറത അയുൻ, കൺകുളിർമ. അപ്പം ഭാര്യമാര് ചിന്തിച്ചോ, എങ്ങനെ കൺകുളിർമ ഉണ്ടാക്കുക? നമ്മളൊക്കെ ജീവിതങ്ങളൊന്ന് എടുത്തു നോക്ക്. ഭർത്താവും കണ്ട് കേറി വരും അല്ലേ? വീട്ടിൽ നിങ്ങൾ എന്താ ഇടല്? ഇപ്പെട്ട ഡ്രസ്സ് വീട്ടിൽ നിന്ന് ഇടല്ലോ ഉണ്ടോ? ഇല്ല. വീട്ടിൽ നിന്ന് എന്താ ഇടുക? ഞാൻ പറഞ്ഞുതരാം, മാക്സി. അല്ലേ? ആ മാക്സി ഇട്ടിട്ടൊരു പെണ്ണിങ്ങോട്ട് നിന്നാണ്ടല്ലോ, നിങ്ങൾ നോക്ക്. നാളെ മാക്സി ഇട്ടിട്ട് നിങ്ങളൊന്ന് അങ്ങാടി കൂടി ഇറങ്ങി നടന്നു നോക്ക്. ഒരു മനുഷ്യനും നിങ്ങളെ നോക്കൂല്ല, ഒരു മനുഷ്യനും നിങ്ങളെ തോണ്ടൂല്ല. ഞാൻ ഉറപ്പുവരാം. ബസ് കയറിയൊക്കെ മിനി ബസ്സിൽ എത്ര തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് തരും. ഏതോ ഒരു സാധനം അവിടെ ഇരുന്നോട്ടെ മുലക്കല്. ഞാനും തന്നിന് ഡ്രൈവറെങ്കിലും എണീച്ച് സീറ്റ് നിങ്ങൾക്ക് തരും. മാക്സിട്ട് കയറി നോക്ക്, ഒരു മനുഷ്യൻ നോക്കൂല. ഒരു സാധനം വരുന്നുണ്ട് മാക്സി. ഒരു മനുഷ്യനും സ്നേഹത്തോടെ നോക്കാത്ത മാക്സിയാണോ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ പുതിയാപ്പളിന്റെ മുമ്പ് നിങ്ങൾ ഇട്ടത്? എന്നിട്ട് പ്രാർത്ഥിക്കുക, ഖുർറത അയുൻ. എന്തോ ഒരു രസം. എന്തോ ഒന്നിനെ തച്ചൊന്ന് ചാക്കിലാക്കിയായിരുന്ന വീട്ടാല്. ഒരു പെണ്ണിന്റെ മുഴപ്പും പെണ്ണിന്റെ വടിവും ഒന്നും കാണൂല. ശരിക്കും അങ്ങനത്തെ ഡ്രസ് ഇടാൻ പറഞ്ഞത് എങ്ങട്ടാ? അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ മറക്കണം. അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ ലെഗിങ്സ്, അതാണെങ്കിൽ അര വരെ കീറിച്ചിന്, കൈ മുക്കിയ പള്ള കാണും. പിന്നെ മഞ്ചേരി ബസ് അങ്ങോട്ട് പോകുമ്പോൾ മുന്ന് പൊന്തും, എടവണ്ണപ്പാറ ബസ് ഇങ്ങോട്ട് പോകുമ്പോൾ ബാക്ക് പൊന്തും. അടിയിലിട്ട അണ്ടർവെയറിന്റെ കളറും കൂടി അങ്ങാടിയിലെ ചെക്കൻ പറഞ്ഞുതരും. ഉളുപ്പില്ലാതെ അവള് നടക്കുക. അങ്ങാടിയിലെ ചെക്കന്മാർക്കൊക്കെ ഖുർറത അയുൻ. നമ്മക്കോ? പെണ്ണുങ്ങളോ ചിന്തിച്ചു നോക്കിയ, പെണ്ണുങ്ങൾക്ക് സുഗന്ധം പൂശാം, മേക്കപ്പ് ചെയ്യാം, പൗഡർ ഇടാം, തൻ്റെ വടിവും തൻ്റെ മുഴപ്പും ഒക്കെ കാണുന്ന വസ്ത്രം ധരിക്കാം. ഇസ്ലാമിൽ അനുമതിയുണ്ട്. സുഗന്ധം പൂശാം, അനുമതിയുണ്ട്. ആരുടെ മുന്നിലാ? സ്വന്തം കെട്ടിയവന്റെ മുന്നിൽ, സ്വന്തം വീട്ടിൽ. ആ പെണ്ണിന് ഒരുങ്ങാം, നിക്കാം, കണ്ണെഴുതാം, പൗഡർ ഇടാം. നമ്മളോ ഇതൊക്കെ പുറത്തേക്ക് പോകുമ്പോ അകത്തുനിന്നോ അകത്താണ്ട് എത്തിക്കഴിഞ്ഞ ഓളാണ്ട് അയച്ച് ചാക്കെടുത്തിട്ട് പുതിയാപ്പിള അങ്ങനെ നോക്കുക. പുറത്തേക്ക് പോകാൻ നേരത്തെ ഇങ്ങനെ മാറ്റി നിൽക്കണേ കണ്ട ഓ ഇങ്ങനെ നോക്കിക്കുക, ആരാപ്പത് എന്ന്. അപ്പൊ ഓളെ വക ഒരു ഡയലോഗ്, തൊള്ളിയും കാട്ടിക്കാതെ മുമ്പിൽ നടക്ക മനുഷ്യ. അപ്പൊ അയാള് മുന്നില്, ഓള് ബാക്കില്. അയാള് കാണുന്നുണ്ടോ ഓളെ ഷോർട്ട് ടോപ്പ് ചുരിദാറ് ഉണ്ടോ? അയാള് ബാക്കില്. എന്നിട്ട് മൂപ്പര് പോയിക്കാണ്ട് സ്കൂട്ടർ സ്റ്റാർട്ടാക്കും, ഓള് ബാക്കില്. മൂപ്പര് കാണുന്നുണ്ടോ ഓളെ? നാട്ടുകാരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവസാനം കല്യാണം വീട്ടിൽ നിന്ന് പറയും, എൻ്റെ കെട്ടിയോല് നല്ല രസമുണ്ടല്ലോ.
മൂപ്പരും പറയും എല്ലാരും പറയണ്ടി ഞാൻ കണ്ടിട്ടില്ല. എവിടെ കാണാൻ, ഞാൻ കാണുമ്പോ ചാക്കില്ല. അതങ്ങട്ട് കേറ്റി കുത്തി ആ മുടി അങ്ങോട്ട് വലിച്ചു വാരി കെട്ടിയിരുന്നു പന്തേ. പിന്നെ പുതിയാപ്പിളൊക്കെ പറയല് നിക്കോ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ പെരുമാറ്റത്തിൽ സ്നേഹമുണ്ടോ ഉണ്ടോ? ഞാൻ പറയണു നമ്മൾ മാറണം. എങ്ങനെ മാറണം? സ്നേഹം പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ മാറണം. നിങ്ങൾ ഇന്ന് പോകുമ്പോൾ തന്നെ വാങ്ങിക്കോ ലെഗിങ്സ്, ഇന്ന് വാങ്ങിക്കോ നല്ല ഡ്രസ്സുകള്. വീട്ടിൽ നിന്ന് ഭർത്താവ് കയറി വരുമ്പോ ഇടണം.